ദേശീയപാത വികസന പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിന്റെ ഭാഗമായി കുറ്റിപ്പുറം നഗരത്തിലെ പുതിയ മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. ഹൈവേ ജംഗ്ഷനിൽ നിർമ്മിച്ച മേൽപ്പാലം ഗതാഗതത്തിനായി ദിവസങ്ങൾക്ക് മുൻപാണ് തുറന്നു നൽകിയത്. മഹാകവി ഇടശ്ശേരി പേരാറിനെ നോക്കി അഭിമാനപൂർവ്വം കയറി നിന്ന ഭാരതപ്പുഴ പാലത്തിന്റെ രൂപം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നിലയിലെ ചരിത്രപ്രസിദ്ധമായ പാലം പുതിയ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നവീകരിച്ചു കഴിഞ്ഞു. 7 പതിറ്റാണ്ട് മുൻപാണ് 23 ലക്ഷം രൂപ ചെലവിട്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ചത്. മലബാറിനെയും തിരുവിതാംകൂറിനെയും റോഡ് മാർഗം ബന്ധിപ്പിച്ച പാലം കൂടിയായിരുന്നു അത്. 10 വർഷം മുമ്പ് പാലത്തിന്റെ കരിങ്കൽ തൂണുകൾക്ക് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയിരുന്നു. 5 വർഷം മുൻപാണ് പാലത്തിന്റെ ഉപരിതലം ആദ്യമായി ടാർ ചെയ്ത് നവീകരിച്ചത്. ആ പാലത്തിന് കിഴക്കുവശത്ത് ഏകദേശം 400 മീറ്ററോളം നീളമുള്ള പുതിയ പാലം നിലയ്ക്ക് കുറുകെ 6 വരികളിൽ യാത്രക്കാർക്കായി സഞ്ചാര സൗകര്യം ഒരുക്കി കഴിഞ്ഞു. ഹൈഡ്രോളിക് പെയിലിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് പാലത്തിന്റെ പെയിലിംഗ് നടത്തിയിട്ടുള്ളത്. മിനി പമ്പയിലെ പാർക്കിംഗ് സ്ഥലത്തുകൂടിയാണ് ഈ പുതിയ പാലം കടന്നുപോകുന്നത്. ഭാരതപ്പുഴയിൽ ഇരുവശത്തേക്കുമായി 3 വീതം ട്രാക്കുകളോടെയുള്ള സഞ്ചാര സംവിധാനമാണ് ഒരുങ്ങിയിരിക്കുന്നത്. നിലവിലെ 2 വരിപ്പാലം സർവീസ് റോഡായി ഉപയോഗിക്കും. ചരിത്രത്തിൽ ഇടം പിടിച്ച കുറ്റിപ്പുറം റാപ്പ് പാലം പൈതൃക പാലമായി മാറ്റാനാണ് ശ്രമം. ദിവസങ്ങൾക്ക് മുൻപാണ് ഹൈവേ ജംഗ്ഷനിൽ നിർമ്മിച്ച മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. കോഴിക്കോട് നിന്നും തൃശൂർ, ഗുരുവായൂർ, തിരൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം ഹൈവേ ജംഗ്ഷനിലെ പുതിയ മേൽപ്പാലത്തിൽ കയറി നഗരത്തിലേക്ക് ആദ്യം കിട്ടുന്ന പുറത്തേക്കുള്ള വഴിയിലൂടെ പ്രവേശിക്കണം. പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഈ ദിശയിലൂടെ തന്നെയാണ് പോകേണ്ടത്. തൃശൂരിൽ നിന്നും കോഴിക്കോട്, വളാഞ്ചേരി, തിരൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഹൈവേ ജംഗ്ഷനിലെ മേൽപ്പാലത്തിന്റെ അടിഭാഗത്തൂടെ പ്രവേശിച്ച് പഴയ KCB റോഡിൽ കയറിയാൽ ആദ്യം കിട്ടുന്ന വലതുഭാഗം ചേർന്ന് കോഴിക്കോട്, വളാഞ്ചേരി പ്രദേശങ്ങളിലേക്കുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാം. ഇടതുഭാഗം ചേർന്ന് തിരുനാവായ, തിരൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്കും കടന്നുപോകാം. തിരൂർ ഭാഗത്തു നിന്നും പൊന്നാനി, ഗുരുവായൂർ, തൃശൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിലൂടെ പഴയ ഹൈവേ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കാം. തിരൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട്, വളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനയാത്രികർക്ക് പഴയ റെയിൽവേ മേൽപ്പാലത്തിന്റെ വലതുഭാഗം ചേർന്ന സർവീസ് റോഡിലേക്ക് നിർമ്മിച്ച ഹൈവേ ജംഗ്ഷനിലെ മേൽപ്പാലത്തിന്റെ അടിവശത്തുകൂടി കടന്നുപോകാൻ പറ്റും. നിലവിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ദേശീയപാത അതോറിറ്റി മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ചാനൽ കുറ്റിപ്പുറം. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ്.